ഹായ് ഫ്രണ്ട്സ്, പെട്ടി അൺബോക്സിങ് വീഡിയോ എല്ലാവരും കണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് പെട്ടി പാക്കിംഗ് ആണ്. അമ്മ പോവുകയാണ്. അപ്പോൾ സാധനങ്ങളെല്ലാം നമ്മൾ ഒതുക്കി വെക്കുവാണ്. അപ്പം ആദ്യം തുണിയെല്ലാം നമ്മൾ മടക്കി ആ പെട്ടിയിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൊട്ടുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു, അതുകൂടെ ആ പെട്ടിയിലാക്കിയിട്ടുണ്ട്. ബാക്കി നമ്മൾ ഈ പാക്ക് ചെയ്യുന്ന എല്ലാ അച്ചാറുകളാണ്. മാങ്ങാച്ചാറുണ്ട്, മീനച്ചാറുണ്ട്, മാങ്ങയുടെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട്. പിന്നെ കടച്ചാതി എല്ലാ സാധനങ്ങളും അമ്മ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ പോലെ അവിടെ കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം അമ്മ അതുകൊണ്ടൊക്കെയാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ടുള്ളത് ഈ തൂക്കി നോക്കുന്നതാണ്. ഇപ്പം ഇത്ര വെയിറ്റ് കൂടുതൽ പറ്റത്തില്ലല്ലോ. 30 കിലോ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഹാൻഡ് ലഗേജ് 10 പറ്റും. അപ്പം അല്ലാതെ കൊണ്ടുവന്ന് 30 കിലോ അത് ഉണ്ടോയെന്നാണ് നോക്കുന്നത്. ഈ ബാഗ് വെച്ച് തൂക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ വെളിയിലോട്ട് കിടന്നതുകൊണ്ട് ഓരോ സാധനങ്ങളും പറക്കി വെച്ച് കാൽക്കുലേറ്ററിൽ അടിച്ച് ഇത്രയും വലിയ പാട് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് പോലെ തന്നെയാണ് അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുപോലെ പാടുപെട്ടിട്ടല്ല ഇങ്ങോട്ടും വരുന്നത്. അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ എല്ലാം പാക്ക് ചെയ്തെല്ലാം കൊടുത്തു. അമ്മയ്ക്ക് വലിയ പണികളൊന്നും കൊടുത്തില്ല. ഈ ഉണ്ടാക്കുന്നതൊക്കെ അമ്മയായിരുന്നു. പിന്നെ ഈ പാക്ക് ചെയ്യലെല്ലാം എൻ്റെ ജോലിയായിരുന്നു കേട്ടോ. പിന്നെ തൂക്കി നോക്കുന്നതുമല്ല. അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും എല്ലാം വെച്ച് എല്ലാം എന്തോ ആയാലും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ബീഫും കൂടെ കൊണ്ടുവരാനുണ്ട്. ബീഫ് ആണെങ്കിൽ നമ്മളെ മഞ്ഞപ്പൊടി ഉപ്പുമൊക്കെ ഇട്ട് പറ്റിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ റസീം ചേട്ടൻ്റെ കടയിൽ പോയിട്ട് 4 കിലോ ബീഫൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് അതെല്ലാം അമ്മ സെറ്റ് ചെയ്ത് ലാസ്റ്റ് നമ്മളതെല്ലാം പാക്ക് ചെയ്ത് ഫ്രീസർ വെച്ചിട്ട് വൈകിട്ടെടുത്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അമ്മ പോകുന്നതുകൊണ്ട് തന്നെ ചേച്ചിയും പൊടിവാവയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ചിപ്സും അലുവയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണെങ്കിൽ വന്നു. അച്ഛനതൊക്കെ കമ്പോളത്തിൽ നിന്ന് വാങ്ങിച്ച് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇവർ ഇത്തിരി സമയം ഉണ്ടായിരുന്നു. രാത്രി ആയിട്ടാണ് പൊടിവാവയൊക്കെ ആയിട്ട് പോയത്. അപ്പം പാക്കിംഗ് എല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അമ്മ പോകുന്ന വീഡിയോ അടുത്ത വ്ളോഗിലിടാം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.